Good morning, dear students. Fourth semester Zoology BSc Zoology സ്റ്റുഡൻസിൻ്റെ അടുത്ത പാർട്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നും കൂടെ നമുക്ക് ഓർമ്മപ്പെടുത്താം, നമ്മളുടെ പേപ്പർ എക്കോളജി, ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അതിൽ എക്കോളജി ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷനിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്ന ക്വസ്റ്റ്യൻസ് 2016, 17, 18, 19 കാലയളവിൽ ഈ പോർഷൻസിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, ബയോട്ടിക് ഫാക്ടേഴ്സ് ഇൻ എക്കോസിസ്റ്റം, ഡീഫോറസ്റ്റേഷൻ, e-waste and its consequences, characteristics of community, estuarine ecosystem, effects of pesticides in aquatic ecosystem, causes of species extinction, abiotic factors of ecosystem. അപ്പോൾ ബയോട്ടിക്കും എബയോട്ടിക്കും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോപ്പർട്ടീസ് ഓഫ് പോപ്പുലേഷൻ, നോട്ട്സ് ഓൺ ബയോസ്ഫിയർ റിസർവ്സ്. അപ്പോൾ ബയോസ്ഫിയർ റിസർവ്സിനെ കുറിച്ച് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, വാട്ടർ ഇസ് എ പോളാർ മോളിക്യൂൾ. ഇറ്റ്സ് മെയിൻ പ്രോപ്പർട്ടി ഹാസ് കൊഹിഷൻ ആൻഡ് അഡ്ഹഷൻ, ഹൈ സ്പെസിഫിക് ഹീറ്റ്, ഡെൻസിറ്റി ഈസ് ഗ്രേറ്റസ്റ്റ് അറ്റ് 4 degrees Celsius, ഇറ്റ്സ് എ യൂണിവേഴ്സൽ സോൾവൻ്റ് ഓഫ് ലൈഫ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്ന പ്രോപ്പർട്ടി. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും ഇമ്പോർട്ടൻസും നോക്കാം. അപ്പം ഇറ്റ്സ് എൻ എക്സലൻറ്റ് സോൾവൻ്റ് ആണ്. കാരണം ദ ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് പ്രീ റിക്വസൈറ്റ് ഓഫ് ബയോ ജിയോ കെമിക്കൽ പ്രോസസ്സ്. അപ്പോൾ നമുക്കറിയാം ഒരു എക്സലൻറ്റ് സോൾവൻ്റ് ആണ്. അതെങ്ങനെയാണ് മിക്ക ന്യൂട്രിയൻസിനെയും വേസ്റ്റ് പ്രോഡക്റ്റിനെയും ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു സോൾവൻ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ്. കൂടാതെ തന്നെ ബയോ ജിയോ കെമിക്കൽ പ്രോസസ്സിൻ്റെ ഒക്കെ ആധാരം എന്ന് പറയുന്നതും ഈ വാട്ടറിൻ്റെ ഈ സോൾവൻ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്ത പ്രോപ്പർട്ടി ഹൈ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് മിക്ക അയണിക് കോമ്പൗണ്ട്സുകളും വളരെ ഈസി ആയിട്ട് വാട്ടറിൽ സോൾവൻ്റ് ആവുന്നത്. സോൾബിലിറ്റി ഈ ഒരു ഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ഉള്ളതുകൊണ്ടാണ്. അടുത്തത് ഹൈ സർഫസ് ടെൻഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പ്രോപ്പർട്ടി ഫിസിയോളജിക്കൽ കൺട്രോൾ ഫാക്ടറായിട്ട് ആക്ട് ചെയ്യാൻ സഹായിക്കുന്നു. ഡ്രോപ്ലെറ്റ്സ് ആയിട്ടും സർഫസസിലൊക്കെ അറ്റാച്ച് ചെയ്യാനൊക്കെ സഹായിക്കുന്നു ഈ ഹൈ സർഫസ് ടെൻഷൻ എന്ന പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട്. അടുത്തതാണ് ട്രാൻസ്പാരൻറ്റ് ഫോർ വിസിബിൾ ആൻഡ് ഫോർ UV റേഡിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെയാണ് അക്വസ് മീഡിയത്തിൽ ഫോട്ടോസിന്തസിസ് നടക്കാൻ സഹായിക്കുന്നത്. ഈ വാട്ടറിൻ്റെ ഈ പ്രോപ്പർട്ടിയാണ്. അതുപോലെ ഹൈ ഡെൻസിറ്റി ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് അറ്റ് 4 degrees Celsius. 4 degrees Celsius പോലും അത് ലിക്വിഡ് സ്റ്റേറ്റിൽ ഹൈ ഡെൻസിറ്റിയിലാണ് ഇത് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് ഐസുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. സ്ട്രാറ്റിഫിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഐസൊലേഷൻ ഓഫ് വാട്ടർ ബയോട്ട ഫ്രം ഫ്രീസിങ്. അപ്പം നമുക്കറിയാം ഇങ്ങനെ 4 degrees Celsius തണുപ്പുണ്ടെങ്കിൽ കൂടിയും വാട്ടറിന് അതിൻ്റെ ഡെൻസിറ്റി മൂലം, അതുകൊണ്ടാണ് നമുക്കറിയാം തണുത്തുറഞ്ഞ സ്ഥലത്ത് പോലും ഐസ്ബർഗ്സ് ഇങ്ങനെ ഒഴുകി നടക്കുന്നത്. നമ്മൾ സ്ട്രാറ്റിഫിക്കേഷൻ ലേക്കിൽ നമ്മൾ സമ്മർ വിൻ്റർ സ്ട്രാറ്റിഫിക്കേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം വിൻ്റർ സ്ട്രാറ്റിഫിക്കേഷൻ്റെ സമയത്ത് പുറം പാളി സർഫസ് 4 degrees Celsius തണുപ്പാണെങ്കിൽ 0 degrees Celsius തണുപ്പാണെങ്കിൽ കൂടിയും അതിനുശേഷം താഴെ അവിടെ 4 degrees Celsius തന്നെ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെയാണ് അവിടെ വാട്ടർ ഓർഗാനിസംസ് സർവൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ പോയിൻറ്റും ഈ ഇമ്പോർട്ടൻസും ആണ് നിങ്ങൾ പ്രോപ്പർട്ടീസ് ചോദിച്ചാൽ എഴുതാനുള്ളത്. ഹൈ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അപ്പോൾ ഇങ്ങനൊരു വേപ്പറൈസേഷൻ ഹൈ ഹീറ്റിൽ വേപ്പറൈസ്ഡ് ആവാനുള്ളൊരു എബിലിറ്റി ഉണ്ട് വാട്ടറിന്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു എബിലിറ്റിയുടെ പ്രാധാന്യം. കൺട്രോൾ ദ ട്രാൻസ്ഫർ ഓഫ് വേപ്പർ ബിറ്റ്വീൻ അറ്റ്മോസ്ഫിയർ ആൻഡ് വാട്ടർ. അപ്പോൾ ഇങ്ങനൊരു പ്രോസസ്സ് നടക്കുന്നത്. ആൻഡ് ഹൈ ഹീറ്റ് ഓഫ് മെൽറ്റിംഗ്, സ്റ്റെബിലൈസേഷൻ ഓഫ് ടെമ്പറേച്ചർ റിഗായും അറ്റ് ഫ്രീസിങ് ഓർ മെൽറ്റിംഗ്. ഹൈ ഹീറ്റ് കപ്പാസിറ്റി, സ്റ്റെബിലൈസേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട വാട്ടറിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും അതിൻ്റെ ഇമ്പോർട്ടൻസും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് എബയോട്ടിക് ഫാക്ടേഴ്സ്.
എബയോട്ടിക് ഫാക്ടേഴ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ എക്കോസിസ്റ്റം അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ ധാരാളം എബയോട്ടിക്കും ബയോട്ടിക് ഫാക്ടേഴ്സ് തമ്മിലുള്ള ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ്, ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്. അതിൽ എബയോട്ടിക് ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. ഓൾ ദ നോൺ ലിവിങ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഫാക്ടേഴ്സ് വിച്ച് എഫക്റ്റ് ദ എബിലിറ്റി ഓഫ് ഓർഗാനിസം ടു സർവൈവ് ആൻഡ് റീപ്രൊഡ്യൂസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ ലിവിങ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഫിസിക്കലും കെമിക്കൽ ഫാക്ടേഴ്സൊക്കെ നോൺ ലിവിങ്ങിൽ വരും. ഈ ഫാക്ടേഴ്സാണ് ഒരു ഓർഗാനിസത്തിൻ്റെ, ലിവിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ സർവൈവൽ എബിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ റീപ്രൊഡക്ഷനെ പോലും. അപ്പോൾ നമുക്ക് നോക്കാം, അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് എബയോട്ടിക് ഫാക്ടേഴ്സ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, സൺലൈറ്റ്, എയർ, വാട്ടർ, വിൻഡ്, സോയിൽ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എബയോട്ടിക് ഫാക്ടേഴ്സ്. അപ്പോൾ എബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, എബയോട്ടിക് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ വിച്ച് ഓർഗാനിസംസ് ക്യാൻ സർവൈവ് ഇൻ ആൻ ഏരിയ. അപ്പം ഒരു ഏരിയയിൽ ഏത് ഓർഗാനിസമാണ് സർവൈവ് ചെയ്യണം എന്നത് അവിടുത്തെ എബയോട്ടിക് ഫാക്ടേഴ്സാണ് തീരുമാനിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പറയാം വാട്ടർ ഈസ് ആൻ എസെൻഷ്യൽ ടു ലൈഫ്. ഏരിയാസ് വിത്ത് മോർ വാട്ടർ ക്യാൻ സപ്പോർട്ട് മോർ ഓർഗാനിസം. ഒരുപാട് വാട്ടറുള്ള സ്ഥലത്ത് ഒരുപാട് ഓർഗാനിസത്തിന് ലൈഫ് അവിടെ സപ്പോർട്ടീവാണ്. ഇനി ടെമ്പറേച്ചർ, ഓൾ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആർ സ്യൂട്ടഡ് ടു എ സർട്ടൺ ടെമ്പറേച്ചർ റേഞ്ച്. അപ്പോൾ ടെമ്പറേച്ചറിനൊരു മുഖ്യ റോളുണ്ട്. മിക്ക ജീവികൾക്കും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, ഒരു പർട്ടിക്കുലർ സർട്ടൺ ടെമ്പറേച്ചർ റേഞ്ചിലാണ് മിക്ക ഓർഗാനിസവും ജീവിക്കുന്നത്. നമുക്കറിയാം ടെമ്പറേച്ചർ പ്രിഫറൻസ് അനുസരിച്ച് ഓർഗാനിസത്തെ പലതായിട്ട് നമ്മൾ തരംതിരിച്ച് മുമ്പ് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അടുത്തതാണ് സൺലൈറ്റ്. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ സോഴ്സ് ഓഫ് മോസ്റ്റ് എനർജി ഓൺ എർത്ത്. അപ്പോൾ നമുക്കറിയാം എല്ലാ എനർജിയുടെയും മുഖ്യ സോഴ്സ് സൺലൈറ്റ് ആണ്. ഫോട്ടോസിന്തസിന് അത്യാവശ്യമുണ്ട്. അതുപോലെ കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻറ്റു ഫോം വിച്ച് ഈസ് യൂസബിൾ ബൈ അതർ ഓർഗാൻസ്. ലൈറ്റ് എനർജിയെ മറ്റ് പല എനർജി രൂപത്തിലോട്ട് മാറ്റി ഓർഗാനിസത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കാൻ സഹായിക്കുന്നത് ഈ സൺലൈറ്റ് ആ സൺലൈറ്റിനെ മറ്റ് ജീവികളാണ്. അത് അങ്ങനെയാണ് അവിടെ ആ എനർജി ട്രാപ്പ് ചെയ്ത് മറ്റ് ഓരോ ഫുഡ് വെബിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സോയിൽ ആൻഡ് ന്യൂട്രിയൻസ്. ടൈപ്സ് ഓഫ് സോയിൽ ആൻഡ് ന്യൂട്രിയൻസ് ഇൻഫ്ലുവൻസ് പ്ലാന്റ് ഗ്രോത്ത്. അപ്പോൾ നമുക്കറിയാം പല ടൈപ്പ് സോയിൽസിൽ പല ടൈപ്പ് ന്യൂട്രിയൻസ് ആണുള്ളത്. ആ ന്യൂട്രിയൻസും അപ്പോൾ സോയിലും ഒരു പ്രധാനപ്പെട്ട എബയോട്ടിക് ഫാക്ടറാണ്. ഈ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യും അവിടെ ഏത് തരത്തിലുള്ള പ്ലാന്റുകൾ വളരണമെന്ന്. അടുത്തതാണ് ഓക്സിജൻ. നമുക്കറിയാം ടെറസ്ട്രിയലും അക്വാട്ടിക് ഓർഗാനിസത്തിനും വേണ്ടുന്ന പ്രധാന ഒരു എബയോട്ടിക് ഫാക്ടറാണ് ഓക്സിജൻ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എബയോട്ടിക് ഫാക്ടേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി അടുത്തൊരു ചോദ്യമാണ് ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഡീഫോറസ്റ്റേഷൻ ഈസ് ദ റിമൂവൽ ഓഫ് എ ഫോറസ്റ്റ് ഓർ സ്റ്റാൻഡ് ഓഫ് ട്രീ വെയർ ദ ലാൻഡ് ഈസ് ദെയർ ആഫ്റ്റർ കൺവേർട്ടഡ് ടു എ നോൺ ഫോറസ്റ്റ് യൂസ്. എക്സാമ്പിൾ ഓഫ് ഡീഫോറസ്റ്റേഷൻ ഇൻക്ലൂഡ് കൺവേർഷൻ ഓഫ് ഫോറസ്റ്റ് ടു ലാൻഡ് ഫാംസ്, റാഞ്ചസ് ഓർ അർബൻ യൂസ്. അപ്പോൾ നമുക്കറിയാം ഒരു കാടായിട്ടിരുന്നൊരു സ്ഥലത്തെ പല യൂസസിനായിട്ട് അഗ്രികൾച്ചറൽ പർപ്പസിനാവാം, അതിനെ നോൺ ഫോറസ്റ്റ് ഏരിയ ആക്കി മാറ്റുന്ന ആ ഒരു കൺവേർഷനെയാണ് നമ്മൾ പറയുന്നത് ഡീഫോറസ്റ്റേഷൻ. കട്ടിങ് ഓർ ക്ലിയറിങ് ഓഫ് ട്രീസ് എന്ന് നമുക്ക് പറയാം. An estimated 80 million acre, 7.3 million hectare of forest, which is roughly the size of the country of Panama, are lost each year, according to the United Nations Food and Agriculture Organization. FAO-യുടെ കണക്ക് പ്രകാരം ഏകദേശം 18 മില്യൺ ഏക്കർ ഫോറസ്റ്റ് ആണ് ഇങ്ങനെ ഓരോ വർഷവും ആ സ്ഥലത്ത് ഇതേപോലുള്ള ആവശ്യങ്ങൾക്കായിട്ട് വെട്ടി നശിപ്പിച്ച് കളയുന്നത്. ഇതൊരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കായതുകൊണ്ടാണ് ഇതെടുത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഡീഫോറസ്റ്റേഷൻ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ അതിൻ്റെ കോൺസിക്വൻസസ് ഒക്കെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം കോൺസിക്വൻസസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ, ഗ്ലോബൽ വാർമിംഗ് ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. നമുക്കറിയാം മരങ്ങൾ അനാവശ്യമായി വെട്ടിമുറിച്ച് കളയുമ്പോൾ അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുകയും ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമാവുകയും ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ ലീഡ്സ് ടു ലെസ് റെയിൻഫോൾ, മഴ കുറയുന്നു, ഹയർ പൊല്യൂഷൻ കൂടുന്നു, ഗ്രൗണ്ട് ലെവൽ വാട്ടർ കുറയുന്നു, ഭൂഗർഭ ജലസ്രോതസ് കുറയുന്നു, നാച്ചുറിൻ്റെ ഇംബാലൻസ് ഉണ്ടാകുന്നു, നാച്ചുറൽ മണ്ണിൻ്റെ ഫലഭൂഷ്ടി നഷ്ടപ്പെടുന്നു, സോയിൽ ഇരോഷൻ മണ്ണൊലിപ്പുണ്ടാകുന്നു, നാച്ചുറൽ കലാമിറ്റി ഫ്ലഡും ഡ്രൗട്ടും വരൾച്ചയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലധികം കോൺസിക്വൻസസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എഴുതാം. പ്രധാനപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണിത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇ വേസ്റ്റ്. എന്താണ് ഇ വേസ്റ്റ്? ഇ വേസ്റ്റ് ഓർ ഇലക്ട്രോണിക് വേസ്റ്റ് ഡിസ്ക്രൈബ് ഡിസ്കാർഡഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക് ഡിവൈസസ്. നമ്മൾ വെറുതെ പുറത്തേക്ക് വലിച്ചെറിയുന്ന ഇലക്ട്രോണിക് ഡിവൈസസുകളെയാണ്
അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിവൈസസുകളെയാണ് നമ്മൾ ഇ വേസ്റ്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഇലക്ട്രോണിക്സ് വിച്ച് ആർ ഡെസ്റ്റൈൻഡ് ഫോർ റീയൂസ്, റീസെയിൽ, സാൽവേജ്, റീസൈക്ലിംഗ് ഓർ ഡിസ്പോസൽ ആർ ഓൾസോ കൺസിഡേർഡ് ഇ വേസ്റ്റ്. ഇത് കൂടാതെ തന്നെ നമുക്കറിയാം, നമുക്ക് നമ്മൾ ഉപയോഗിച്ച് പിന്നെയും ശരിയാക്കി ഉപയോഗിച്ച് അങ്ങനെ പല റേഞ്ചിലുള്ള വരുന്ന സാധനങ്ങളാണ് നമുക്ക് റീസൈക്ലിംഗ് ചെയ്തെടുത്തിട്ടും അത് റിപ്പയറായി പോയ വസ്തുക്കൾ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇ വേസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. Informal processing of e-waste in developing country can lead to adverse human health effects and environmental pollution. അപ്പോൾ നമുക്കറിയാം ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഈ പറഞ്ഞ ഇ വേസ്റ്റ് അവർക്കൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അവരൊരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വാങ്ങുന്നു, അത് ചീത്തയാകുമ്പോൾ അത് അപ്പോഴേ ഡംപ് ചെയ്തിട്ട് അടുത്ത വാങ്ങുന്നു, ചെറിയ പ്രശ്നം വരുമ്പോൾ ഉടനെ അടുത്ത വാങ്ങുന്നു. അങ്ങനെ ഒരു ഹ്യൂജ് ഇ വേസ്റ്റ് തന്നെയാണ് അവരൊക്കെ സൃഷ്ടിക്കുന്നത്. അപ്പം ഇതൊക്കെ ഹ്യൂമൻ ഹെൽത്തിനും പ്രകൃതിക്ക് എൻവയോൺമെൻറ്റിനും വളരെ ഒരു വലിയ പൊല്യൂഷൻ പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇ വേസ്റ്റ് എൻവയോൺമെൻറ്റിന് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. എമിഷൻ ഫ്രം ഇ വേസ്റ്റ് ക്രിയേറ്റ് എൻവയോൺമെൻറ്റൽ ഡാമേജ്, എൻവയോൺമെൻറ്റിന് ഡാമേജ് ഉണ്ടാക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ടോക്സിക് കെമിക്കൽസ് ഫ്രം ഇ വേസ്റ്റ് എൻ്റർ ദ സോയിൽ, ക്രോപ്പ്, ഫുഡ് പാത്ത് വേ. അപ്പോൾ ഇ വേസ്റ്റ് നമുക്കറിയാം, ഇലക്ട്രോണിക് വേസ്റ്റിൽ ധാരാളം ഹെവി മെറ്റൽസ് ഒക്കെ കോട്ടിങ് കാണും. ലെഡ്, കാഡ്മിയം, ക്രോമിയം, അങ്ങനെയുള്ള പല വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കളൊക്കെ ചേർത്തിട്ടാണ് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഇങ്ങനെ വെയിലും മഴയും ഒക്കെ ഇടിച്ച് കിടക്കുമ്പോൾ അതിൽ നിന്നുള്ള ഹെവി മെറ്റൽസ് പതുക്കെ ലീച്ച് ചെയ്ത് മണ്ണിലേക്ക് ഇറങ്ങുകയും മണ്ണിൽ നിന്ന് അത് കൃഷിസ്ഥലങ്ങളിൽ എത്തിപ്പെടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും ജലാശയങ്ങളിൽ എത്തിപ്പെടുകയും അവിടെ നിന്ന് നമ്മുടെ ഫുഡ് ചെയിൻ വഴി മനുഷ്യരിലേക്ക് എത്തുന്നു. അങ്ങനെ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോയിൽ, ക്രോപ്പ്, ഫുഡ് പാത്വേ വഴി മനുഷ്യന് വളരെയധികം ഹെൽത്ത് ഇഫക്ട്സ് ഉണ്ടാക്കുന്നു. ദർ ആർ നോൺ ബയോഡീഗ്രേഡബിൾ ആൻഡ് കോസസ് സോയിൽ പൊല്യൂഷൻ. അപ്പം നമുക്കറിയാം മിക്ക ഇ വേസ്റ്റുകളും ഇലക്ട്രോണിക് വേസ്റ്റുകളും ഡീഗ്രഡേഷൻ സംഭവിക്കാതെ ഭൂമിയിൽ കിടക്കും. അപ്പോൾ അതൊരു വലിയ സോയിൽ പൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റൽ ത്രെറ്റ് ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇ വേസ്റ്റ് ഡംപിങ് യാർഡ് ആൻഡ് നിയർ ബൈ പ്ലേസസ് ആർ പൊല്യൂട്ടഡ് ആൻഡ് കോസ് ഹെൽത്ത് ഹസാർഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇ വേസ്റ്റ് ഡംപിങ് യാർഡ്സിലും ഒക്കെ നിന്ന് ധാരാളം ഈ പറഞ്ഞ ഹെവി മെറ്റൽസ് ഒക്കെ ലീച്ച് ചെയ്ത് അടുത്തുള്ള ജലാശയങ്ങളിലും കൃഷിസ്ഥലങ്ങളിലൊക്കെ വരികയും അത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇ വേസ്റ്റും ഹെൽത്ത് ഹസാർഡ്സിനെ കുറിച്ച് അറിയാനുള്ള പ്രധാന പോയിൻറ്റ്സ്. കൂടാതെ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ഹെൽത്ത് ഇഫക്ട്സ് ഈ ഇ വേസ്റ്റ് ഉണ്ടാക്കുന്ന ഹെൽത്ത് ഇഫക്ട്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ വോമിറ്റിംഗ്, മസ്കുലർ പെയിൻ, ഫറ്റീഗ്, ഹെഡ് ഏക്ക്, സ്ലീപ്ലെസ്നെസ്, ലങ് ക്യാൻസർ, അബ്ഡോമിനൽ പെയിൻ, അപ്പറ്റൈറ്റ് ലോസ്, ഡയറിയ. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഇ വേസ്റ്റ് ഉണ്ടാക്കുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ആണ്. ഇതുപോലെ തന്നെ അടുത്ത ഒരു ചോദിക്കാവുന്ന പ്രധാന ക്വസ്റ്റ്യൻസ് ആണ് ഇഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സ്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. എ പെസ്റ്റിസൈഡ് ഈസ് എ സബ്സ്റ്റൻസ് ഓർ മിക്സ്ചർ of substance intended for preventing, destroying, repelling or lessening the damage caused by the pest. അപ്പോൾ ഏതെങ്കിലും ഒരു കൃഷിസ്ഥലത്ത് പെസ്റ്റ് മൂലം ഉണ്ടാകുന്ന ഡാമേജിനെ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്, സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസിനെയാണ് നമ്മൾ പെസ്റ്റിസൈഡ് എന്ന് വിളിക്കുന്നത്. എ പെസ്റ്റിസൈഡ് ക്യാൻ ബി എൻ ഇൻസെക്ട്, പ്ലാന്റ്, പത്തോജൻ, വീഡ്, ബാക്ടീരിയ, ബേർഡ് എക്സെട്ര. അപ്പോൾ ഒരു പെസ്റ്റിസൈഡ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻസെക്റ്റ് ആവാം, പ്ലാന്റ് പത്തോജൻ ആവാം, വീഡ്, ബാക്ടീരിയ, ബേർഡ് മുതലായവയൊക്കെ തുരത്താൻ ആവശ്യമായ വസ്തുക്കളാവാം. ദാറ്റ് കോമ്പീറ്റ് വിത്ത് ഹ്യൂമൻ ഫോർ ഫുഡ്, ഡിസ്ട്രോയ് പ്രോപ്പർട്ടി, സ്പ്രെഡ് ഡിസീസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വസ്തുക്കളെ ഒക്കെ തുരത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ പെസ്റ്റിസൈഡുകൾ ഇതുപോലെ തന്നെ ഫുഡ് ചെയിൻ വഴി മനുഷ്യൻ്റെ ആഹാര ശൃംഖലയിൽ കടന്നു കയറുകയും നമ്മുടെ പ്രോപ്പർട്ടിയെ നശിപ്പിക്കുകയും പലതരത്തിലുള്ള ഡിസീസസ് സ്പ്രെഡ് ചെയ്യുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. എ പെസ്റ്റിസൈഡ് ക്യാൻ ബി എ കെമിക്കൽ, ബയോളജിക്കൽ ഏജൻറ്റ്, ആൻറ്റി മൈക്രോബിയൽ, ഡിസ്ഇൻഫെക്റ്റൻ്റ് എക്സെട്ര. അപ്പോൾ പെസ്റ്റിസൈഡ്സിൽ സാധാരണയായിട്ട് ഒരു കെമിക്കൽ ഏജൻ്റ് ആവാം, ഒരു ബയോളജിക്കൽ ഏജൻ്റ് ആവാം, ഒരു ആൻറ്റി മൈക്രോബിയൽ ഏജൻ്റ് ആവാം, ഒരു അണുനാശിനി, ഒരു ഡിസ്ഇൻഫെക്റ്റൻ്റ് മുതലായവ ഒക്കെ നമുക്ക് പെസ്റ്റിസൈഡിൽ ഉൾപ്പെടുത്താം. കൂടാതെ തന്നെ മിക്കുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സും മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുപോലെ പോയ്സണസ് ആണ്. നമുക്ക് നോക്കാം ഇഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഓൺ എൻവയോൺമെൻറ്റ്. നമ്മുടെ പ്രകൃതിക്ക് ഈ പെസ്റ്റിസൈഡുകൾ എങ്ങനെയൊക്കെ ദോഷമുണ്ടാക്കുന്നു. വൺസ് എ പെസ്റ്റിസൈഡ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ എൻവയോൺമെൻറ്റ് ഇറ്റ് ഹാസ് ഇഫക്ട്സ് ഓൺ 2 ബ്രോഡ് ഏരിയ. അപ്പോൾ ഒരിക്കൽ ഈ പെസ്റ്റിസൈഡ് നമ്മുടെ പരിസ്ഥിതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും 2 പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇഫക്റ്റ് ഓൺ ടാർഗറ്റ് ഓർഗാനിസം, എക്സാമ്പിൾ ഇൻസെക്ട് പെസ്റ്റ് ഓർ വീഡ്സ് എക്സെട്ര.
ഒന്നാമത് നമ്മൾ ഏത് ജീവിയെ തുരത്താനാണോ ഉപയോഗിച്ചത് ആ ജീവിക്ക് ദോഷം ഉണ്ടാക്കുന്നു. രണ്ടാമത് ഇഫക്റ്റ് ഓൺ നോൺ ടാർഗറ്റ് ഓർഗാനിസം, ഇതിനെ ടാർഗറ്റ് ചെയ്യാത്ത മറ്റ് ജീവികളെയും ഇത് എഫക്റ്റ് ചെയ്യുന്നു. എക്സാമ്പിളായിട്ട് എർത്തുവാം, പോളിനേറ്റേഴ്സ്, ഹ്യൂമൻ എക്സെട്ര. അപ്പോൾ നമ്മൾ മണ്ണിലുള്ള പലതരത്തിലുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ ഒരു കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിച്ചാൽ ആ മണ്ണിലുള്ള ഉപകാരപ്രദമായ ജീവികൾ കൂടെ അവരെ കൂടെ ഇത് നശിപ്പിച്ച് കളയുന്നു. അതുകൂടാതെ തന്നെ മനുഷ്യർക്കും ഇത് ദോഷമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ബ്രോഡ് ഏരിയാസിൽ പറയാൻ പറ്റുന്ന പ്രശ്നം. ഓൺ ദ ടാർഗറ്റ് ഓർഗാനിസം ഓൾസോ ദെയർ ക്യാൻ ബി കേസസ് റെസിസ്റ്റൻസ് ടു പെസ്റ്റിസൈഡ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ക്രമാതീതമായിട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ടാർഗറ്റ് ഓർഗാനിസം ഈ പെസ്റ്റിനെതിരെ റെസിസ്റ്റൻ്റ് ആയി കഴിയും, പ്രതിരോധ ശക്തി നേടിക്കഴിയുകയും റീസർജൻസ് ഓഫ് പെസ്റ്റ് അതിൻ്റെ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ പെസ്റ്റിസൈഡ് ആൻഡ് സോയിൽ പക്ഷേ അത് ഈ പെസ്റ്റിസൈഡ് പക്ഷെ നശിക്കാതെ ആ സോയിലിലും എൻവയോൺമെൻറ്റിനെയും കണ്ടാമിനേറ്റ് ചെയ്ത് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് പെസ്റ്റിസൈഡ്സ് ഇൻ വാട്ടർ ആൻഡ് എയർ എക്കോസിസ്റ്റം, കൂടാതെ ഇത് വാട്ടറിനെ നശിപ്പിക്കുന്നു, എയറിനെ നശിപ്പിക്കുന്നു. കൂടാതെ ഇത് ബയോ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വഴി മനുഷ്യ ശരീരത്തിൽ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ബയോ മാഗ്നിഫിക്കേഷൻ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ മണ്ണിൽ ഡീഗ്രേഡ് ആവാതെ കിടന്നിട്ട് നമ്മുടെ ഫുഡ് ചെയിൻ വഴി ഇത് ബയോ മാഗ്നിഫിക്കേഷൻ പ്രോസസ്സിലൂടെ മനുഷ്യ ശരീരത്തിൽ അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പെസ്റ്റിസൈഡ്സ് എൻവയോൺമെൻറ്റിനുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഇഫക്ട്സ്. ഇനി നമുക്കിതിൽ പറയാവുന്നൊരു പോയിൻ്റാണ് ഇക്കോളജിക്കൽ ഇഫക്ട്സ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പെസ്റ്റിസൈഡ്സ് എന്തൊക്കെ ഇക്കോളജിക്കൽ ഇഫക്ട്സ് ഉണ്ടാക്കുന്നു? ലോസ് ഓഫ് സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എമംഗ് ദ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്. അപ്പോൾ ഫുഡ് ചെയിനിലും ഫുഡ് വെബിലും ഉള്ള ആ ഒരു സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിയെ ഇത് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഇഫക്ട്സ് ഓൺ പോളിനേറ്റേഴ്സ്, നമുക്കറിയാം പോളിനേഷൻ നടത്താൻ സഹായകമായ മിക്ക ജീവികളെയും ഇത് നശിപ്പിക്കുന്നു. ഇഫക്ട്സ് ഓൺ ന്യൂട്രിയൻ സൈക്ലിംഗ് ഇൻ ഇക്കോസിസ്റ്റത്തിലെ ന്യൂട്രിയൻ സൈക്കിൾസിനെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ഇഫക്ട്സ് ഓൺ സോയിൽ ഇറോഷൻ, സ്ട്രക്ചർ ആൻഡ് ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഘടനയെയും ഫലഭൂഷ്ടിയെയും മാറ്റം വരുത്തുകയും മണ്ണൊലിപ്പിന് കാരണമാവുകയും ചെയ്യുന്നു. മണ്ണിൻ്റെ ഘടനയും വളവും അതിൻ്റെ ഫലഭൂഷ്ടിയും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മണ്ണിൻ്റെ ഉറപ്പ് നഷ്ടപ്പെടുകയും മണ്ണിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളിൽ മാറ്റം വന്ന് മണ്ണിന് സോയിൽ ഇറോഷന് കാരണമാവുകയും ചെയ്യുന്നു. ഇഫക്ട്സ് ഓൺ വാട്ടർ ക്വാളിറ്റി, ഇനി ഇതൊരു അക്വാട്ടിക് ജലാശയത്തിലാണ് ഈ പെസ്റ്റിസൈഡ് എത്തപ്പെടുന്നതെങ്കിൽ അവിടുത്തെ വാട്ടർ ക്വാളിറ്റിയെ ഇത് ബാധിക്കുന്നു. ഇഫക്ട്സ് ഓൺ ഹ്യൂമൻ ബീങ്സ്, അതുപോലെ മനുഷ്യരെയും ബാധിക്കുന്നു. ഇഫക്ട്സ് ഓൺ ബേർഡ്സിനെയും ബാധിക്കുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്കോളജിക്കൽ ഇഫക്ട്സ്. നമുക്ക് ധാരാളം ഇഫക്ട്സ് പറയാം, പ്രധാനമായിട്ടും ഈ പോയിൻറ്റ്സൊക്കെ വരേണ്ടതാണ്. ഇതൊക്കെ കൂടാതെ തന്നെ അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനാണ് എക്സ്റ്റിങ്ഷൻസ്. ഇപ്പോൾ സ്പീഷ്യസ് എക്സ്റ്റിങ്ഷനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടിരുന്നു. ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് എക്സ്റ്റിങ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് സ്പീഷ്യസ് ഡൈയിങ് ഔട്ട്. അപ്പം എക്സ്റ്റിങ്ഷൻ എന്ന് വെച്ചാൽ നശിച്ച് വംശനാശം നേരിട്ട് പോവുക, ഒരു ജീവി മരിച്ചു പോവുക. ആൻഡ് എക്സ്റ്റിങ്ക്റ്റ് സ്പീഷ്യസ് ഹാസ് നോ ലിവിങ് മെമ്പേഴ്സ് ഇൻ ദ വേൾഡ്. അപ്പം നമ്മൾ എക്സ്റ്റിങ്ക്റ്റ് സ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ ആ ജീവിയുടെ ഒരു മെമ്പർ പോലും ഭൂമിയിൽ ഇല്ലാതെ അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടുന്ന് വാനിഷായി പോകുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. എ സ്പീഷ്യസ് ക്യാൻ റാപ്പിഡ്ലി ഡൈ ഓഫ് ഡ്യൂ ടു, ഒരു സ്പീഷ്യസ് ഈ ലോകത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു മെമ്പർ പോലും ഇല്ലാതെ നശിച്ചു പോകുന്നതിനുള്ള പ്രധാന കാരണം അഡീഷൻ ഓഫ് ന്യൂ സ്പീഷ്യസ് ടു ദ എക്കോസിസ്റ്റം, ഇതിന് പകരമായിട്ട് മറ്റൊരു സ്പീഷ്യസ് എക്കോസിസ്റ്റത്തിൽ വരിക. ഇഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, പൊല്യൂഷനും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റവും ഇതിനൊരു പ്രധാന കാരണമാണ്. ലിമിറ്റഡ് റിസോഴ്സസുകൾ ലിമിറ്റഡ് ആവാം. മെനി അതർ റീസൺ, മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു ജീവി പ്രകൃതിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. നമുക്ക് എക്സാമ്പിൾ ഡൈനോസേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കാം. ഇത് കൂടാതെ നമ്മൾ നിരവധി ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ടെന്ന് ഇതിനോടകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതൊക്കെ ഈ കാരണങ്ങൾ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടാവാം. Based on the world population of a species, it can fall into one of various category of risk for extinction. ഇത് കൂടാതെ തന്നെ വേൾഡ് പോപ്പുലേഷൻ, സ്പീഷ്യസിൻ്റെ വേൾഡ് പോപ്പുലേഷൻ കണക്ക് പ്രകാരം ഇങ്ങനെ പല തരത്തിൽ സ്പീഷ്യസുകളെ നമുക്ക് തരംതിരിക്കാം. നശിച്ചു പോയവ, നശിച്ചുകൊണ്ടിരിക്കുന്നത്, നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ, അങ്ങനെ ഇങ്ങനെ നമുക്ക് തരംതിരിക്കാം. ആ തരംതിരിച്ചാണ് നമ്മൾ റെഡ് ഡേറ്റ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ IUCN ആ ഒരു കാറ്റഗറിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ആ
ഒരു കാറ്റഗറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് മെമ്പേഴ്സ് ഓഫ് ദ സ്പീഷ്യസ് ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ വേൾഡ്. ആ വർഗ്ഗത്തിൽപ്പെട്ട ഒരു ജീവി പോലും നിലവിലില്ല എന്നതാണ് നമ്മൾ എക്സ്റ്റിങ്ഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി എക്സ്റ്റിങ്ക്റ്റ് ഇൻ ദ വൈൽഡ് അതെന്ന് വെച്ചാൽ സ്പീഷ്യസ് ഈസ് നോ ലോങ്ങർ ഫൗണ്ട് ഇൻ ദ വൈൽഡ്. ദ ഒൺലി സർവൈവേഴ്സ് എക്സിസ്റ്റ് ഇൻ ക്യാപ്റ്റിവിറ്റി ത്രൂ ഹ്യൂമൻ ഇൻ്റർവെൻഷൻ. അടുത്തതാണ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ്. ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരും ഇവർ ക്രിട്ടിക്കലി അവർ നാശത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. കുറച്ച് മെമ്പേഴ്സ് വളരെ തുച്ഛമായ നമ്പറിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻഡേഞ്ചേർഡ് എന്ന് പറഞ്ഞാൽ സ്പീഷ്യസ് പോപ്പുലേഷൻ നമ്പേഴ്സ് ആർ ലോ, ദർ ഈസ് എ സീരിയസ് റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. അപ്പോൾ വളരെ കുറവാണ്. അവരെപ്പോൾ വേണമെങ്കിലും നിലവിലിരിക്കുന്ന ജീവികൾ ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ പോപ്പുലേഷൻ എക്സ്റ്റിങ്ഷനിലോട്ട് പോകും. പിന്നെ വൾണറബിൾ ഉണ്ട്, പിന്നെ നിയർ ത്രെറ്റൻഡ് ഉണ്ട്, അതേപോലെ ലീസ്റ്റ് കൺസേൺ. ലീസ്റ്റ് കൺസേൺ എന്ന് പറയുമ്പോൾ സ്പീഷ്യസ് പോപ്പുലേഷൻ നമ്പേഴ്സ് ആർ ഹൈ, ദർ ഈസ് നോ നീഡ് ഫോർ കൺസേൺ. നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സുരക്ഷയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അവരുടെ നമ്പർ വളരെ കൂടുതലാണ്. അതാണ് ലീസ്റ്റ് കൺസേൺ. അപ്പോൾ ഇത്രയാണ് എക്സ്റ്റിങ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്, നമുക്ക് പോപ്പുലേഷൻ ഇക്കോളജിയിലോട്ട് പോകാം. പോപ്പുലേഷൻ എക്കോളജിയിൽ നമുക്ക് പറയാനുള്ളത് പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ പോപ്പുലേഷൻ എക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ ഇൻ റിലേഷൻ ടു ദ എൻവയോൺമെൻറ്റ്. ഇറ്റ് ഇൻക്ലൂഡ് എൻവയോൺമെൻറ്റൽ ഇൻഫ്ലുവൻസസ് ഓൺ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഏജ് സ്ട്രക്ചർ ആൻഡ് വേരിയേഷൻ ഇൻ പോപ്പുലേഷൻ സൈസ്. അപ്പോൾ ഇങ്ങനെ പോപ്പുലേഷൻ്റെ ഏജിലുള്ള ഘടന, സ്ട്രക്ചർ, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, ഡെൻസിറ്റി, വേരിയേഷൻ സൈസിലുണ്ടാകുന്നത്, ഇതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ പോപ്പുലേഷൻ എക്കോളജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഒരു പോപ്പുലേഷൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണെന്ന്. ആ പോപ്പുലേഷൻ ഒരു സൈസ് ഉണ്ടായിരിക്കും, അതിന് ഡെൻസിറ്റി ഉണ്ട്, പോപ്പുലേഷൻ ഡിസ്പേർഷൻ ഉണ്ട്, നാറ്റാലിറ്റി, മോർട്ടാലിറ്റി, ഏജ് ഡിസ്ട്രിബ്യൂഷൻ, പോപ്പുലേഷൻ ഗ്രോത്ത്, റെഗുലേഷൻ ഓഫ് പോപ്പുലേഷൻ. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രോപ്പർട്ടി ചോദിച്ചാൽ നിങ്ങൾ ഇതൊക്കെ പറയുക. ഞാൻ മുമ്പ് PPT വെച്ച് ക്ലാസ്സിൽ വിശദമാക്കി തന്ന നോട്ട്സൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഓഫ് പോപ്പുലേഷൻ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അത് അടുത്ത പാർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന 15 എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻ, അക്കൗണ്ട് ഓൺ ഇഫക്ട്സ് ഓഫ് അയണൈസിങ് റേഡിയേഷൻ ഓൺ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസ്പോസൽ മെത്തേഡ്സ് അവൈലബിൾ ഫോർ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്, explain different bioremediation strategies used in the treatment of environmental pollutants, essay on nitrogen cycle, essay on sedimentary cycle. അപ്പോൾ ഇതൊക്കെ ഈ പാർട്ടിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്താണ് പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻ? പോപ്പുലേഷൻ ഇൻ്ററാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ ബയോളജിക്കൽ ഇൻ്ററാക്ഷൻ എന്ന് വിളിക്കാം. ബയോളജിക്കൽ ഇൻ്ററാക്ഷൻസ് ആർ ദ ഇഫക്ട്സ് ദാറ്റ് ദ ഓർഗാനിസം ഇൻ എ കമ്മ്യൂണിറ്റി ഹാവ് വൺ ഓൺ വൺ അനദർ. In the natural world, no organism exists in absolute isolation, and thus every organism must interact with the environment and other organisms. നമുക്കറിയാം ഇതിനെ നമ്മൾ പോപ്പുലേഷൻ ഇൻട്രാക്ഷനെ ബയോളജിക്കൽ ഇൻട്രാക്ഷൻ എന്ന് വിളിക്കാം. കാരണം എല്ലാ ഓർഗാനിസംസും അങ്ങോട്ടും ഇങ്ങോട്ടും എൻവയോൺമെൻറ്റിൽ ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ population of two species may interact in ways that correspond to combination of neutral, positive and negative. നമുക്കറിയാം എല്ലാ ജീവജാലങ്ങളിലെയും സ്പീഷ്യസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്റ്റീവ് ആയിരിക്കുന്നു. ആ ഇൻട്രാക്ഷനെ നമുക്ക് ന്യൂട്രൽ, പോസിറ്റീവ്, നെഗറ്റീവ് എന്ന് തരംതിരിക്കാം. ചിലതിന് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഇല്ല, ചിലത് രണ്ടു പേർക്കും ഗുണമാണ്, ചിലത് ഒരാൾക്ക് ദോഷം ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ റിലേഷൻഷിപ്പുകളെ ന്യൂട്രൽ എന്നും പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും തരംതിരിക്കാം. 3 ഓഫ് ദീസ് കോമ്പിനേഷൻ, അപ്പോൾ ഈ 3 കോമ്പിനേഷൻസിനെ നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെ നമുക്ക് സാധാരണയായിട്ട് 9 ഇമ്പോർട്ടൻ്റ് ഇൻ്ററാക്ഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാൻ കഴിയും. അപ്പോൾ സാധാരണ ഉള്ള 9 ടൈപ്സ് ഓഫ് ഇൻട്രാക്ഷൻസ് ആണ്. ഒന്ന് ന്യൂട്രാലിസം, ഡയറക്റ്റ് ഇൻ്റർഫറൻസ്, റിസോഴ്സ് ടൈപ്പ് കോമ്പറ്റീഷൻ, അമൻസാലിസം, കമൻസാലിസം, പാരസൈറ്റിസം, പ്രിഡേഷൻ, പ്രോട്ടോ കോപ്പറേഷൻ ആൻഡ് മ്യൂച്വാലിസം. ഇതാണ് പ്രധാനമായിട്ടും പോപ്പുലേഷൻസിൽ അല്ലെങ്കിൽ കാണപ്പെടുന്ന ഇൻ്ററാക്ഷൻസ് അല്ലെങ്കിൽ ബയോളജിക്കൽ ഇൻ്ററാക്ഷൻ. ഈ 9 എണ്ണമാണ്. അത് 3 ഇൻ്ററാക്ഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഇങ്ങനെ ഒരു 9 ഡിവിഷൻ കൊണ്ടുവന്നത്. അത് 3 നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? 3 കോമ്പിനേഷൻ, അത് ന്യൂട്രൽ, പോസിറ്റീവ്, നെഗറ്റീവ്. അപ്പോൾ ഒന്നുകൂടെ ഇതാണ് ഈ കൊടുത്തിരിക്കുന്ന 9 ഇൻ്ററാക്ഷൻസ്.
പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസ് ഇൻഫ്ലുവൻസ് അബണ്ടൻസ്. അപ്പോൾ ഒരു ജീവിയുടെ അബണ്ടൻസിനെ, അതിൻ്റെ ഒരു വർധനവിനെ ഈ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. വെൻ പോപ്പുലേഷൻസ് ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻട്രാക്ട്, ദ ഇഫക്ട്സ് ഓൺ ദ അതർ മേ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ ന്യൂട്രൽ. നമുക്കറിയാം പോപ്പുലേഷൻസ് പലതരത്തിലുള്ള സ്പീഷീസുകളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അവിടെ പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവാം, നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവാം, ന്യൂട്രൽ ഇഫക്റ്റ് ഉണ്ടാവാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്പീഷീസ് എയും സ്പീഷീസ് ബിയും തമ്മിൽ പോസിറ്റീവ് ആണെങ്കിൽ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൊണ്ട് രണ്ടുപേർക്കും ഗുണമാണെങ്കിൽ അതിനെ നമ്മൾ മ്യൂച്വാലിസം എന്ന് വിളിക്കും. ആ തരത്തിൽ ഈ ഇൻട്രാക്ഷന്. ഇനി സ്പീഷീസ് എയ്ക്കും സ്പീഷീസ് ബിക്കും നെഗറ്റീവായിട്ട് വരുന്ന കേസാണെങ്കിൽ നമ്മൾ അതിനെ കോമ്പറ്റീഷൻ എന്ന് വിളിക്കും. ഇനി സ്പീഷീസ് എയ്ക്ക് ഗുണവും ബിക്ക് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്രിഡേഷൻ എന്ന് വിളിക്കും. എയ്ക്ക് പോസിറ്റീവും ബിക്ക് നെഗറ്റീവും ആണെങ്കിൽ അതിനെ നമുക്ക് പാരസൈറ്റിസം എന്നും വിളിക്കാം. ഇനി എയ്ക്ക് പോസിറ്റീവും ബിക്ക് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നുമില്ലെങ്കിൽ അതിനെ നമുക്ക് കമൻസാലിസം എന്ന് വിളിക്കാം. ഇനി സ്പീഷീസ് എയ്ക്ക് ദോഷവും ബിക്ക് ഗുണമോ ദോഷമോ ഇല്ലെങ്കിൽ അതിനെ നമുക്ക് അമെൻസാലിസം എന്നും വിളിക്കാം. അപ്പോൾ ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഇനി അത് ഓരോന്നും ഏതാണെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് പറയേണ്ടതാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് പ്രധാനമായിട്ട് ഇത്രയും ഏരിയ കവർ ചെയ്ത് ഇതെഴുതി ഇതിന് എക്സാമ്പിൾസും കൂടെ കോട്ട് ചെയ്ത് എഴുതുമ്പോഴാണ് 15 മാർക്കിന് എസ്സേ കംപ്ലീറ്റ് ആവുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും എഴുതാം. അതിന് നേച്ചുറൽ കാണുന്ന 2-3 എക്സാമ്പിൾസ് കോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസിൽ വരുന്നത്. നമ്മൾ പിന്നെ രണ്ടാമത് പറഞ്ഞ ക്വസ്റ്റ്യൻസ് സോഴ്സസുകളായിരുന്നു. അതായത് നമുക്ക് സോഴ്സസിൽ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂവൽ സൈക്കിളാണ്, ന്യൂക്ലിയർ വെപ്പൺസും ഡീകമ്മീഷനിങ് ആണ്, ലിഗസി വേസ്റ്റുകൾ, മെഡിക്കൽ, ഇൻഡസ്ട്രിയൽ, നാച്ചുറലി ഒക്കറിങ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ, കോൾ, ഗ്യാസ്, ഓയിൽ, ഇതിൽ നിന്നൊക്കെയാണ് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് റിലീസ് ചെയ്യപ്പെടുന്നത്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ നമുക്ക് പ്രധാനമായിട്ടും 4ആയിട്ട് തരംതിരിക്കാം ബേസ്ഡ് ഓൺ ദ റിലീസിങ് ഏരിയ. റിലീസിങ് ഏരിയയിൽ നിന്ന് നമുക്ക് 4ആയിട്ട് തരംതിരിക്കാം. ലോ ലെവൽ വേസ്റ്റ്, ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ്, ഹൈ ലെവൽ വേസ്റ്റ് ആൻഡ് വെരി ലോ ലെവൽ വേസ്റ്റ് എന്നിങ്ങനെ 4 കാറ്റഗറി ആയിട്ട് തരംതിരിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ന്യൂക്ലിയർ വേസ്റ്റ് ഈസ് സെഗ്രിഗേറ്റഡ് ഇൻ ടു സെവറൽ ക്ലാസിഫിക്കേഷൻ. ന്യൂക്ലിയർ വേസ്റ്റിനെ പല തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൻ്റെ സെഗ്രിഗേഷൻ അനുസരിച്ച് ലോ ലെവൽ വേസ്റ്റ് ഈസ് നോട്ട് ഡേഞ്ചറസ് ബട്ട് സംടൈംസ് റിക്വയർ ഷീൽഡിംഗ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ്. ലോ ലെവൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര വലുതായിട്ട് നമുക്ക് ഡേഞ്ചറസ് അല്ല, പക്ഷേ അത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷീൽഡൊക്കെ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇൻ്റർമീഡിയറ്റ് ലെവൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ടിപ്പിക്കലി കെമിക്കൽ സ്ലഡ്ജാണ്. അപ്പോൾ റിയാക്ടറിൽ നിന്നൊക്കെ വരുന്ന മറ്റ് സ്ലഡ്ജും സ്ലറിയൊക്കെയാണ്. അത് കുറച്ച് പ്രശ്നമുള്ളതാണ്. അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക. ഹൈ ലെവൽ വേസ്റ്റ് എന്ന് പറയുമ്പം ഫിഷണബിൾ എലമെൻറ്റ്സ് ആണ് ഫ്രം റിയാക്ടർ, കോൾസ് ആൻഡ് ട്രാൻസ് യുറാനിക് വേസ്റ്റ്. അപ്പോൾ അത് ഏത് സമയവും വളരെ ഡേഞ്ചറായിട്ട് വരാവുന്ന വേസ്റ്റുകളാണ്. ഇനി ട്രാൻസ് യുറാനിക് വേസ്റ്റ് എന്ന് പറയുമ്പോൾ എനി വേസ്റ്റ് വിത്ത് ട്രാൻസ് യുറാനിക് ആൽഫ എമിറ്റിംഗ് റേഡിയോ ന്യൂക്ലൈഡ്സ് വിത്ത് ഹാഫ് ലൈഫ് ലോങ്ങർ ദാൻ 20 years, 20 വർഷക്കാലം ലോങ് ലൈഫ് ഉള്ള, ഹാഫ് ലൈഫ് ഉള്ള വേസ്റ്റുകളാണിത്. അപ്പോൾ ഇത്രയും വേസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിൽ വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഹാൻഡിൽ ചെയ്യുന്നത് പ്രത്യേകം പ്രിക്വേഷൻസ് എടുത്തിട്ടാണ്. അപ്പം നമുക്ക് നോക്കാം ആക്ടിവിറ്റി. ലോ ലെവൽ വേസ്റ്റ് ആണെങ്കിൽ അത് വെരി ഷോർട്ട് ലൈവാണ്. ഏകദേശം 100 days, ഗ്രേറ്റർ ദാൻ 100 days എടുക്കുന്നുള്ളൂ. സീൽഡ് സോഴ്സസിലായിരിക്കണം നമ്മളതിനെ കളയാനുള്ള, ഉപേക്ഷിക്കാനുള്ളത്. സോളിഡ് ആയിരിക്കണം, കോമ്പാക്റ്റബിളോ നോൺ കോമ്പാക്റ്റബിളോ ആയിരിക്കണം. ഇനി ഇൻ്റർമീഡിയറ്റ് ആണെങ്കിൽ അത് ഗ്രേറ്റർ ദാൻ 30 years നമ്മുടെ ഭൂമിയിൽ നശിക്കാതെ കിടക്കും. അത് ലിക്വിഡ് ആവാം, ചിലപ്പോൾ സോളിഡ് ആവാം. അത് അക്വസിലോ ഓർഗാനിക്കോ ആയിട്ടുള്ള സ്ഥലത്ത് വേണം കൊണ്ടുപോയി. അക്വസ് ആയിരിക്കാം, ചിലപ്പോൾ ഓർഗാനിക് വേസ്റ്റുകളാവാം. ഹൈ ലെവൽ ലോ വേസ്റ്റ് എന്ന് വെച്ചാൽ ലോങ് ലീവാണ്. ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ അത് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ലെസ് ദാനാണ്, 100 ദിവസത്തിൽ താഴെയും, മറ്റത് 100 വർഷത്തിൽ താഴെയും 30 വർഷത്തിൽ താഴെയാണ്. ഇവർ അതിൽ കൂടുതൽ കാലം ഇരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓപ്പൺ സോഴ്സസിലായിരിക്കണം. അത് ലിക്വിഡ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെറ്റീരിയൽസ് ആവാം. അപ്പോൾ അതിനെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഹാൻഡിൽ ചെയ്ത് അവയെ ഡിസ്പോസ് ചെയ്യാൻ.
അപ്പോൾ നമുക്ക് ആ ഡിസ്പോസലിൻ്റെ നോക്കാം. ഹാൻഫോർഡിൽ ന്യൂക്ലിയർ ന്യൂസ് നവംബർ 2014 റിലീസ് ചെയ്തതാണ്. ഇതൊരു ലോ ലെവൽ വേസ്റ്റാണ്. അതിനെല്ലാം കണ്ടെയ്നറിലാക്കി നിയർ സർഫസ് ഡിസ്പോസൽ എന്ന് പറഞ്ഞ മെത്തേഡ് വഴി അവർ എൻജിനീയേഴ്സ് ചാനൽസ് അല്ലെങ്കിൽ വോൾട്ട് ഉണ്ടാക്കി അതിനെ ഗ്രൗണ്ടിൽ ഈ ട്രഞ്ചസിലോട്ട് അതിൻ്റെ ബോട്ടിൽസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ക്യാൻസൊക്കെ ഫില്ല് ചെയ്യുന്നതാണ് ഇതൊരു ലോ ലെവൽ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ലെവലാണെങ്കിൽ അതിനകത്ത് റേഡിയോ ആക്ടിവിറ്റി കൂടിയ വസ്തുക്കളാണ്. അപ്പോൾ അതിനകത്ത് റെസിൻസ് കാണും, കെമിക്കൽ സ്ലഡ്ജ് കാണും, മെറ്റൽ ന്യൂക്ലിയർ ഫ്യൂവൽ ക്ലാഡിങ് കാണും. അപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മിക്ക മെറ്റീരിയൽസും കാണും. ഇതിനെ ഡിസ്പോസ് ചെയ്യുന്നതും വളരെ ഒരു റിസ്ക്കുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഹൈ ലെവൽ വേസ്റ്റ് ആകുമ്പോൾ ഇതിനെ ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വേസ്റ്റുകളാണ്. ഇത് ഏകദേശം 12,000 മെട്രിക് ടൺ എല്ലാ വർഷവും ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. 2010 റഫ്ലി എസ്റ്റിമേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഏകദേശം 250 ഓളം ടൺസ് ഓഫ് ന്യൂക്ലിയർ ഹൈ ലെവൽ വേസ്റ്റ് ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 2.5 ലക്ഷത്തിൽ പരം ഉണ്ടായി ഇതിനെ വേസ്റ്റ്. ഇതിൻ്റെ പ്രധാന പ്രശ്നം ഇത് ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ഇതിനെ നമ്മൾ വലിയ ആഴത്തിലുള്ള കുഴിയെടുത്തും മൈനിങ് ചെയ്യുന്ന പോലുള്ള വലിയ ബോർഹോളിലൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് ലീച്ച് ചെയ്ത് വെളിയിൽ വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിനാൽ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ് കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.